RSSന്റെ വോട്ട് കിട്ടി ആ മുന്നണിയിൽ ജയിച്ചു എന്നാണ് പിണറായി വിജയൻ. കേരളത്തിലെ ഒറ്റ കോൺഗ്രസ്സുകാരനും ഒരു RSSകാരന്റെ പിന്തുണയോടുകൂടിയും ഒരു BJPയുടെ പിന്തുണയോടുകൂടി നിയമസഭയിൽ വന്നിട്ടില്ല. ഞങ്ങൾ ആരും ഒരു RSSകാരന്റെ പിന്തുണയോടുകൂടിയും ഒരു BJPയുടെ പിന്തുണയോടുകൂടി നിയമസഭയിൽ വന്നിട്ടില്ല. ഞങ്ങൾ ആരും. വലപ്പാട് പഞ്ചായത്തിൽ കോൺഗ്രസ് BJP ധാരണ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെ എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നു. BJPക്ക് വോട്ട് ചെയ്യാൻ DCC സെക്രട്ടറിയാണ് ആഹ്വാനം നൽകിയത്. BJPക്ക് വോട്ട് നൽകിയത് BJPക്ക് ഇങ്ങനെ ഒരു സീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനുള്ള ഗുണം നിങ്ങൾക്ക് പറഞ്ഞുതരില്ല. രാഷ്ട്രീയപരമായിട്ട് എന്ത് ഗുണം എന്ന് പറയണം. ജയിക്കുന്നു പറഞ്ഞ മത്സരിപ്പിക്കുന്നില്ലല്ലോ, പൊളിറ്റിക്കലായിട്ടൊന്നും മത്സരിപ്പിക്കുന്നില്ലല്ലോ. ക്ഷേമകാര്യം നമ്മൾ അവർ വിട്ടു തന്നിട്ടില്ലേ? എന്നിട്ടല്ലേ പക്ഷെ അത് പറയണേ ക്ഷേമകാര്യം വിട്ടു തന്നിട്ടുള്ളത്. അപ്പൊ സുമേഷ് വേണമെന്ന് പറഞ്ഞ കാര്യമാണ് ആരോഗ്യം പിടിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആവാനല്ല ഞാൻ പറയണത്. പക്ഷെ നമുക്ക് ഇട്ട് തന്നത് അവരാ. ക്ഷേമത്തിന്റെ കേസിൽ ഇപ്പൊ അനുദേശിച്ച് വെച്ചിരിക്കുന്നത് CPMന്റെ അക്ഷയസുനെ നമ്മൾ ജയിപ്പിക്കുന്നത്. അപ്പോഴും രണ്ടായിട്ടില്ല. ബാക്കി 3 നോമിനേഷൻ BJP നിൽക്കുന്നുണ്ട്. അത് അവർക്ക് നോമിനേഷൻ വെറുതെ കൊടുക്കുമ്പോൾ തന്നെ കയറി പോകും. നരേന്ദ്രമോദിയുടെ അനിയനല്ലേ കേരളം ഭരിക്കുന്നത്? അത് തന്നെ സ്വഭാവം. എല്ലാ ഏകാധിപതികളും ഭീരുക്കളാണ്. ആ ശ്രേണിയിലെ അവസാനത്തെ ആളാണ് കേരള മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവിന്റെ ഇന്റർവ്യൂ പോലും അസഹിഷ്ണുതയും ഭയവുമാണ് പ്രധാനം. ഭയമാണ് ഇവിടെ ഭരിക്കുന്നത്. പണ്ട് ബ്രത്ത് ചോദിച്ചിട്ടുണ്ട്, വലിയ കവിയാണ് അദ്ദേഹം. ജർമ്മനിയിൽ നിന്ന് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് നാട് കടത്തി. അപ്പോൾ അദ്ദേഹം ഒരു ജർമ്മൻകാരനെ കണ്ടപ്പോൾ ചോദിച്ചു, ബ്രത്ത് എന്ന് പറയുന്ന വലിയ കവി, അത് കവിതയാണത്, നമ്മുടെ നാട് ഇപ്പോഴും ഭരിക്കുന്നത് ഭയമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏകാധിപതികൾക്കെല്ലാം ഭയമാണ്. അതിൽ കൂട്ടത്തിൽ ഭയമുള്ള ഒരാളാണ് ഭീരുവായ മുഖ്യമന്ത്രി. ആരാ ഈ പറയുന്നേ? ഈ പറഞ്ഞ മഹാൻ എങ്ങനെയാണ് ആദ്യമായി നിയമസഭ കണ്ടതെന്ന് അറിയണ്ടേ? റീസൺ പറയുന്നത് ഒരു വർഗീയവാദിയുടെയും വോട്ട് നേടിയിട്ടില്ല എന്ന് പറയുമ്പോൾ 2001 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം തന്നെ ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളത്തെ 2001 2006 എറണാകുളത്തെ ഒരു പ്രമുഖനായ RSS നേതാവിന്റെ വീട്ടിൽ പോയി കണ്ട് സഹായം അഭ്യർത്ഥിച്ചതിന്റെ കാര്യം എനിക്കറിയാം. ഞാൻ അത് ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. അപ്പോ അത് ക്ലിയർ ആയല്ലോ. RSS വോട്ട് വാങ്ങി നല്ല ശീലമുള്ള ആളാണ് പറയുന്നത് CPM BJPയുമായി ഡീലുണ്ടാക്കിയത്. എന്താ അല്ലേ? ഇനി ഇത് സതീശൻ മാത്രം ഉണ്ടാക്കിയ ഡീലാണെന്ന് ആരും തെറ്റിദ്ധരിക്കല്ലേ. ആദ്യമായി BJPക്ക് 2016 കേരളത്തിൽ ഒരു സീറ്റ് നേമത്തുണ്ടാക്കി കൊടുത്തതും ഇതേ മോഡലിലുള്ള ഒരു കോൺഗ്രസ് BJP ഡീലായിരുന്നു. സംശയമുണ്ടോ? എന്നെ വിശ്വസിക്കേണ്ട. യൂത്ത് കോൺഗ്രസുകാർ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. കൊച്ചിയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മന്ത്രി VS ശിവകുമാറിനെതിരെ കടുത്ത വിമർശനം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികളാണ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശിവകുമാർ BJPക്ക് വോട്ട് മറിച്ചതായി ഭാരവാഹികൾ ആരോപിച്ചു. ഈ വാർത്തയിൽ പറഞ്ഞ കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ ഇത്തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഇനി നിങ്ങളൊക്കെ ചിന്തിക്കും, ആരൊക്കെയാണ് BJPയുമായി ഡീലുണ്ടാക്കിയതെന്നും ആരൊക്കെയാണ് BJPയുടെ B ടീമെന്നും. ഓർക്കുക, വിലപ്പെട്ട വോട്ടാണ്. ചുമ്മാ കോൺഗ്രസിന് കുത്തി BJPയെ ജയിപ്പിക്കാൻ ഉപയോഗിക്കണോ എന്ന് എല്ലാവരും ഒന്ന് നന്നായി ആലോചിക്കും.